അപ്പോൾ ഈ ക്രിസ്മസ് ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനില്ലാതെ എന്ത് ക്രിസ്മസ്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് ഒരു കുഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു LED ബൾബാണ്. കേടായിപ്പോയൊരു LED ബൾബാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കളറാണ്. അപ്പോൾ നമുക്കിവിടെ ഓഫ് വൈറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ അതെൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ യെല്ലോയും നമ്മുടെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ക്രീം കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. എനിക്കിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ക്രീം കളർ ആക്കിയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് നമ്മൾ ക്രീം കളർ അടിക്കുന്നത്. ഒരു 2 കോട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാനിപ്പോൾ അത് ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റെഡ് കളറാണ്. അതിൻ്റെ ബാലൻസ് വരുന്ന പകുതി പോർഷനിൽ റെഡാണ് കംപ്ലീറ്റ് ആയിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് 2 കോട്ടായിട്ട് അടിക്കണം. എന്നാൽ മാത്രമേ അതിന് ആ ഒരു ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് കോട്ടൊന്ന് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നുകൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയെടുക്കണം. ഉണങ്ങിയിട്ട് മാത്രമേ അടുത്ത പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെയിൻ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പടർന്ന് പിടിക്കും. അപ്പോൾ നിങ്ങൾ ഉണങ്ങിയിട്ട് മാത്രം അടുത്ത പ്രോസസ്സിലേക്ക് പോവുക. അപ്പോൾ ഞാൻ അത് പെയിൻ്റ് അടിച്ച് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളറിലെ ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ A4 സൈസ് പേപ്പറോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയ ഒരു കുമ്പിള് പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരേ വലിപ്പത്തിലുള്ള 2 കോൺ ഷേപ്പുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് രണ്ടും ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബൾബ് ഇവിടെ പെയിൻ്റ് അടിച്ചത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലെ പൊട്ടാണ്. ഇത് പൊട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബ്ലാക്ക് കളറിലെ പെയിൻറ് വെച്ചിട്ട് റൗണ്ടിൽ 2 ഡോട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനപ്പോൾ ആ ഡോട്ട് ഇടുമ്പോൾ ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പൊട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കണ്ണാണ് ഞാനിവിടെ ഒട്ടിച്ചു വെച്ചത്. അപ്പോൾ ഇനി ഐബ്രോസ് വയ്ക്കാനായിട്ട് നമ്മൾ ഫെവിക്കോളും കൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും ഒരു ചെറിയ ഐബ്രോയുടെ ഷേപ്പിലൊന്ന് ഗമ്മ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കോട്ടൺ ചെറുതായിട്ട് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ കോട്ടൺ ഒന്ന് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 2 ഐബ്രോസും ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആ ഒരു താടിയുടെ ഷേപ്പിൽ ഞാൻ കുറച്ച് പശ ഫസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഈ കാണുന്ന പോലെ. ഇതൊന്നും നമ്മൾ വരയ്ക്കാനോ ഒന്നും അങ്ങനെ അറിഞ്ഞൊന്നും ഇരിക്കണ്ട. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഗമ്മ് തേച്ചാണ് ആദ്യം കൊടുക്കേണ്ടത്. എന്നിട്ട് ഗമ്മ് തേച്ച അതേ ഷേപ്പിൽ തന്നെ കുറച്ച് പഞ്ഞി എടുത്തിട്ട് അത് ആ ഷേപ്പിലൊന്ന് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. താടിയൊക്കെ ഇതേ നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്രിസ്മസ് അപ്പൂപ്പൻ ഒരു മൂക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഫെവിക്കോള് ചെറിയൊരു ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പഞ്ഞി ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ കോൺ ഷേപ്പിൽ എടുത്തിട്ടുള്ള ആ പേപ്പറിൻ്റെ എൻഡ് പോർഷനിൽ കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പഞ്ഞിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ നമ്മുടെ സാന്റയുടെ കൈ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. രണ്ട് കോണും ഒരേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടും ഒരേ വലിപ്പത്തിൽ തന്നെ വേണം. അതേപോലെ നമ്മൾ പഞ്ഞി തേക്കുന്നതും ഒരേ രീതിയിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കണേ. കാരണം ഇത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൈയായിട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ രണ്ടും രണ്ടളവായി പോയി കഴിഞ്ഞാൽ വൃത്തികേടായി പോവും. അപ്പോൾ അതുകൊണ്ട് ഒരേ രീതിയിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് ആ കോൺ ഷേപ്പിലത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ 2 സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും ഞാനത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കോട്ടൺ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന സാൻഡയുടെ കൈ ഇങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്നാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ 2 കൈയും ഏതായാലും നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി സാൻഡയ്ക്ക് ഒരു ബെൽറ്റാണ് വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളറിലെ പേപ്പർ ഈ ഒരു ചെറിയ വീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷൻ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അളവെടുത്തിട്ട് നമ്മുടെ ഫെവിക്കോൾ വെച്ച് തന്നെയാണ് ഒട്ടിക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് വരെ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഈ സാൻഡയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മറ്റേ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കാനോ ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്തും കൂടി ഒന്ന് നോക്കണേ. അപ്പോൾ ഇത് ബെൽറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ പീസ് ഫോം ഷീറ്റ് ഒന്ന് ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു ബെൽറ്റിനൊരു ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് അതൊന്നും അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും, വലിയ കഷ്ടപ്പാടൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതേപോലെ ട്രൈ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ഇതുപോലത്തെ ഉള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ ഇടുമ്പോഴത്തേക്കും നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതും ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആ ബെൽറ്റിൻ്റെ പുറത്തായിട്ട് ഈ ഫോം ഷീറ്റ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഒരു കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡയ്ക്ക് ഒരു തൊപ്പിയും കൂടെ വേണം, എന്നാൽ മാത്രമേ അതൊരു ഫിനിഷിങ് ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ അപ്പോൾ ചാർട്ട് പേപ്പർ കോൺ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ബൾബിൻ്റെ ആ മേൾ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് നോക്കണം. എന്നിട്ട് മാത്രമേ അത് ഒട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും ഇതേപോലെ കോൺ ഷേപ്പിലാക്കിയിട്ട് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നമ്മുടെ ആ എൻഡ് പോർഷൻ, അതായത് ആ വായ് ഭാഗം വരുന്നിടത്ത് പശ തേച്ചിട്ട് അതിനകത്ത് കുറച്ച് നമ്മുടെ പഞ്ഞിയും കൂടെ ഒട്ടിക്കുന്നുണ്ട്. അത് താഴത്തും അതേപോലെ തന്നെ മേൾ പോർഷനിൽ പഞ്ഞി കുറച്ച് ഉരുട്ടിയിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. ആ തൊപ്പിയുടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. താഴത്തെ പോർഷനിൽ നമ്മൾ പഞ്ഞി അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ പോർഷനിലും കൂടെ കുറച്ച് പഞ്ഞി ഒരു ചെറിയൊരു ഉരുള പോലെ ആക്കിയിട്ട് വേണം അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ കോൺ ഷേപ്പിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഗമ്മ തേച്ച് കൊടുക്കണം. എന്നിട്ട് അതാണ് നമ്മുടെ സാൻഡയുടെ മേൾ പോർഷനിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് പശ തേക്കുക. എന്നിട്ട് ഇതേപോലെ മേളിൽ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ സാൻഡയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻ്റ് ആയിട്ടും കൂടെ അറിയിക്കുക. അപ്പോൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തും കൂടി നോക്കുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു.